ഫൗണ്ടേഷൻ അവാർഡ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി അധ്യക്ഷനായ ശ്രീ ജയചന്ദ്രൻ പതനിയരെ സാറിന്റെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ തന്നെ അക്കാദമി ചെയർമാനായ ശ്രീ പ്രേംകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കോൺഗ്രസ് നേതാവായ നെടുമൂലം രഘു സാറിനെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജി.കെ. പിള്ള ഫൗണ്ടേഷൻ അവാർഡ് ഉദ്ഘാടന ചടങ്ങാണ് ആദ്യമായി ഈ വേദിയിൽ നടക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വേദിയിലിരിക്കുന്ന പ്രശസ്തരായ ഒരുപാട് വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രേംകുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ഇപ്പോഴും എപ്പോൾ നോക്കിയാലും ഒരുപോലെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏത് വേദിയിൽ വെച്ച് കണ്ടാലും സാർ ഒരു വാക്കെങ്കിലും മിണ്ടാതെ പോയിട്ടുമില്ല എന്നിട്ട് സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു സാറാണ്. ചലച്ചിത്ര നടൻ എന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലൊരു മനുഷ്യ സ്നേഹി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. സാർ ചെയ്ത ഓരോ കഥാപാത്രങ്ങളും കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പോലും ഓർമ്മയുണ്ടാകും. ആ അമ്മാവ എന്നുള്ള ഉൾപ്പെടെയും അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തികളും തൻ്റെതായ മേഖലകളിൽ ഓരോ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വ്യക്തികളെയും ഓർമ്മിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജയചന്ദ്രൻ പനയാർ സർ, ജി.കെ. പിള്ള ഫൗണ്ടേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കൂടാതെ മുഖ്യ പ്രഭാഷകനാണ്. സാർ ഒരു എഴുത്തുകാരനാണ്. ഏത് രീതിയിലും ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാകും സാറിനെ കുറിച്ച്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജയചന്ദ്രൻ സാറുമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അധ്യക്ഷൻ സാറിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സിനിമാ മേഖലയിൽ ചെയർമാൻ എന്ന സ്ഥാനം നമ്മുടെ പ്രേംകുമാർ സാറിന് കിട്ടുമ്പോൾ കുറേയധികം സിനിമാ മോഹികളായ കലാകാരന്മാർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാര്യം എന്തിനും ഏതിനും ഒരു ചെറിയൊരു ധൈര്യത്തോടെ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റും നമ്മുടെ സാറിനോട്. ആ ഒരു സ്നേഹവും ആ ഒരു എന്താ പറയണ്ടേ റെസ്പെക്റ്റും എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജി.കെ. പിള്ള ഫൗണ്ടേഷന്റെ എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രേംകുമാർ സാർ. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നെടുമൂലം രഘു സാറിനെയാണ്. ശരിക്കും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ്, നല്ലൊരു മനുഷ്യ സ്നേഹി എന്നീ നിലകളിൽ സാറും സാറിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എഴുത്തുകാരനും മനുഷ്യ സ്നേഹിയും ആയ നമ്മുടെ കമൽ എച്ച് മുഹമ്മദ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാറിന്റെ പ്രശസ്തമായ ധീരനായ രാജകുമാരൻ എന്ന പുസ്തകം ഇന്ന് ശരിക്കും മലയാളക്കരയിൽ ഓടി നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സാറിന്റെ സ്നേഹത്തോടെ വേദിയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ജയചന്ദ്രൻ പനയാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ, വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാമെന്ന് ആദ്യമേ തന്നെ ഉറപ്പ് നൽകുകയാണ്. ബഹുമാന്യനായ ഉദ്ഘാടനം വേദിയിലുള്ള എൻ്റെ ബഹുമാന്യനായ ശ്രീ നെടുമൂലം രഘു സാർ ഇന്ന് മാത്രം പരിചയപ്പെട്ടപ്പോൾ ഒരു 50 വർഷത്തിൻ്റെ പരിചയമായ ഡോക്ടർ കമാൽ സാർ, ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിയായ എൻ്റെ മുമ്പിലിരിക്കുന്ന ജി പ്രിയദർശനൻ സാർ, ഇവിടെ ഇരിക്കുന്നവർ ഓർക്കേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ മനുഷ്യനാണ്. അക്ഷരത്തെ ഇത്രയും നന്നായി ഉപാസിച്ച് പത്രങ്ങളിലും ജീവിതത്തിലും മനുഷ്യ മനസ്സിലും ആവിഷ്കരിച്ച എത്ര പേരുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അദ്ദേഹം പിന്നെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് മഞ്ഞക്കിളിയെ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പോയ ആ കൊച്ചു കുട്ടി മിടുക്കനായ ഗായകൻ, അതുപോലെ തന്നെ മറ്റ് ഗായിക എല്ലാവരെയും നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ എൻ്റെ ആത്മസുഹൃത്ത് ആലക്കോട് ദർശൻ, ഇവരെല്ലാവരും പേരെടുത്ത് പറയാൻ എല്ലാവരും ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം അവരത്ത് പ്രവർത്തിക്കുന്ന ഷിനോതിൻ്റെ ഫ്രണ്ടിലില്ലെങ്കിലും ഫ്രണ്ടിലുമുണ്ട് പുറകിലുമുണ്ട്. അതാണ് ഷിനോ. ആ കുട്ടിയെ വിളിച്ച് മടിയിലിരുത്തു, വിളിച്ചെടുത്തു.
അങ്ങനെയുള്ള ഷിനു, മറ്റു പ്രിയമുള്ളവരെ, GK പിള്ള ഫൗണ്ടേഷൻ എന്ന പേര് പറയുമ്പോൾ ചിറയൻകീഴിൽ ജനിച്ചു വർക്കലയിൽ ദശാബ്ദങ്ങളോളം താമസിച്ച GK പിള്ള സാർ, വടക്കൻ പാട്ടുകളിൽ ശബ്ദത്തിന്റെ അധ്വനി ഇന്നും ഒരു സിനിമ കണ്ടാൽ GK പിള്ള സാർ മരിച്ചിട്ടില്ല. GK പിള്ള സാറിന്റെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. ചന്തുവിനോടൊപ്പം നിൽക്കാൻ GK പിള്ള സാർ മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. നമുക്ക് പഴയ സിനിമ കണ്ടാൽ അറിയാം. അത് അരമണിച്ചവരായാലും ഒപ്പം നിർത്തും. ശത്രുപക്ഷത്താണെങ്കിലും GK പിള്ള സാറിനെ, അതായിരുന്നു GK പിള്ള സാർ. ശബ്ദം അത്രത്തോളം മികച്ചതായിരുന്നപ്പോഴും പക്ഷേ പെരുമാറ്റം അടുത്തിരിക്കുമ്പോഴേ അറിയൂ. ഒരു കൊച്ചു 3 വയസ്സുള്ള ഒരു കുട്ടിയുടേതായിരുന്നു. നമ്മൾ ഒന്നിച്ച് ഒരുപാട് വർഷം വേദിയിലേക്ക് ബഹുമാന്യനായ ശ്രീ അനിൽ നമ്പ്യാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു. വന്ന് ഇരിക്കണം. അങ്ങനെയുള്ള GK പിള്ള സാറിന്റെ മാരക എന്ന് പറയേണ്ട GK പിള്ള സാർ എന്നും നമ്മളോടൊപ്പം ഉണ്ട്. ആ GK പിള്ള സാറിന്റെ വാക്കുകൾ ചേർത്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ നാമധേയം ചേർത്തുകൊണ്ട് നൽകുന്ന പുരസ്കാരമാണ്. ഒപ്പം തന്നെ പത്രപ്രവർത്തക യൂണിയൻ, സ്വതന്ത്ര പത്രപ്രവർത്തക യൂണിയൻ, ആ സ്വതന്ത്ര പത്രപ്രവർത്തക യൂണിയന്റെ 1ാം വാർഷികം, ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് നടക്കുന്ന ചടങ്ങാണ്. പിള്ള സാറിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നിൽക്കുമ്പോൾ ഈ പത്രപ്രവർത്തകരുമായി ചേർന്നും കൂടി പറയുമ്പോൾ ഒടുവിലെത്തിയ, എന്നാൽ 1ാം നിരയിൽ മലയാളത്തിന്റെ എക്കാലത്തും ശബ്ദം നിസ്സംഗമായിരുന്നു കൊണ്ട് തീജ്വാല പോലെ വാക്കുകൾ പ്രയോഗിച്ച് ചോദ്യ ശരങ്ങൾ ഉയർത്താൻ കെൽപ്പുള്ള എന്റെ പഴയകാല സുഹൃത്താണ്, ഇപ്പൊ ഓർമ്മ കാണില്ല, ശ്രീ അനിൽ നമ്പ്യാരെ പ്രത്യേകം ഈ വേദിയിലേക്ക് നമ്മൾ ആ സാന്നിധ്യത്തെ പ്രകീർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നിൽക്കുമ്പോൾ പത്രപ്രവർത്തകൻ എന്ന വാക്കിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു മഹാമുഖത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ് പുനഃസൃഷ്ടി ചെയ്ത പ്രസ് ക്ലബിന്റെ, അത് ആരുടെ സ്മരണയ്ക്ക്? TN ഗോപകുമാർ. കണ്ണാടി എന്ന് പറയുന്ന ഒരൊറ്റ പരിപാടി മതി. കാലത്തിന്റെ നേർക്ക് പിടിച്ച, സത്യത്തിന്റെ നേർക്ക് പിടിച്ച, വാർത്തകൾക്ക് നേരെ പിടിച്ച കണ്ണാടി. കണ്ണാടി കണ്ടാൽ അതിൽ കള്ളമില്ല. നമ്മൾ ഈ ജീവിതം കാണുന്നത് കണ്ണാടി കൊണ്ടാണ്. കണ്ണാടി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ നമ്മളെ കാണാനേ പറ്റില്ലായിരുന്നു. ആരായാലും കണ്ടുപിടിച്ച കണ്ണാടി, ആ കണ്ണാടി കൊണ്ട് ജീവിതത്തെ നമ്മുടെ മുമ്പിൽ പിടിപ്പിച്ചിട്ട് ഇതാണ് ജീവിതം, ഇതാണ് സത്യം, ഇതാണ് വാർത്ത, ഈ വാർത്തയിൽ ഈ അക്ഷരത്തിൽ കണ്ണാടി പോലെ സത്യമാണ്. അതുകൊണ്ടാണ് TN ഗോപകുമാർ എന്നും ചിരസ്മരണീയനായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ അറിയാം. ഒരിക്കൽ വോട്ടർ കാർഡ് എന്ന് പറയുന്ന പരിപാടി EMS നമ്പൂതിരിപ്പാടിനോട് TN ഗോപകുമാർ ചോദിച്ചു, അങ്ങേക്ക് ഇപ്പൊ 80 വയസ്സായി, വന്ധ്യവയോധികനായി, അങ്ങ് സ്ഥാനം, ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ EMS പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ പാർട്ടിയിൽ വന്നപ്പോഴും ഇതേ സ്ഥാനത്തിരുന്നവർക്ക് ഏകദേശം 50 വയസ്സായിരുന്നു. നമ്മൾ അവരെ പ്രവർത്തിച്ചു മാറ്റി, ഇപ്പോഴുള്ളവർക്ക് നമ്മളെ പ്രവർത്തിച്ചു മാറ്റാം. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. പത്രപ്രവർത്തകനായി ഞാൻ വരുമ്പോൾ, 3 മിനിറ്റ് കൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഞാൻ ഓർത്തു കേട്ട് കലാകൗമുദിയിലാണ് ആദ്യം വരുന്നത്. ആ കലാകൗമുദിയിൽ ഞാൻ സബ് എഡിറ്ററായിട്ട് വരുമ്പോൾ ഓർത്തുപോയത് എന്നെ അക്ഷരം പഠിപ്പിച്ച, എന്നെ ഹരിശ്രീ കുറിപ്പിച്ച എന്റെ മുത്തച്ഛൻ, പത്രം വായിക്കാൻ പഠിപ്പിച്ച മുത്തച്ഛൻ. അന്ന് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത് മലയാള രാജ്യം വായിച്ചുകൊണ്ടാണ്. നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം വരുന്ന വീടുകളിലും പത്രം ഒന്നിങ്ങനെ വീണ് ഗേറ്റിന്റെ അടുത്ത് കിടക്കുന്നതല്ലാതെ എത്ര പേരാണ് ഈ പത്രം വായിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അക്ഷരത്തിനൊപ്പം സഞ്ചരിക്കാത്തതാണ് ഇന്ന് പത്രങ്ങളുടെ പ്രധാന വാർത്തയായി വരുന്ന
ദുരന്തപൂരിതമെന്നല്ല പറയേണ്ടത്, മനസ്സിനെ പിഴിഞ്ഞെടുക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുന്നത് വായനയില്ലാത്തതുകൊണ്ടാണ്. വായന എന്നാൽ അക്ഷരത്തെ ഭക്ഷിക്കുന്നതാണ് വായന. അക്ഷരം എന്നാൽ നാശമില്ലാത്തതാണ് അക്ഷരം, ക്ഷരമില്ലാത്തതാണ് അക്ഷരം. അതിനെ ഭക്ഷിക്കുന്നത് വായന. ആ അക്ഷരങ്ങൾ നിറഞ്ഞിരിക്കുന്നത് പുസ്തകം. അകം നിറയ്ക്കുന്നതാണ് പുസ്തകം. ഉള്ളു നിറച്ചില്ലെങ്കിൽ ഇന്ന് കാണുന്നതൊക്കെ നടക്കും. ഒരു മാസത്തിൽ ഒരു പുസ്തകം, ഒരു കൊല്ലത്തിൽ ഒരു പുസ്തകം വായിക്കുന്ന എത്ര പേരാണുള്ളത്? ആലോചിച്ച് നോക്കണം. പണ്ട് ഗുരുക്കന്മാർക്ക് തുല്യമായ നമ്മുടെ രക്ഷകർത്താക്കൾ വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിലും പഴയ പുസ്തകങ്ങൾക്ക് പത്രങ്ങളും വാരികകളും കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. ആ മുത്തച്ഛൻ സൂക്ഷിച്ചു വച്ച മലയാള രാജ്യം ഉൾപ്പെടെയുള്ള പത്രങ്ങളും കേസരിയും ദേശബന്ധുവും വികടനും വികടകേസരിയും എന്നൊക്കെ പറയുന്ന പത്രങ്ങളും മലയാള മനോരയും മാതൃഭൂമിയും കേരള കൗമുദിയും അതുപോലെ തന്നെ രാഷ്ട്രദീപികയും ദീപികയും എല്ലാം തന്നെ ഇന്ന് അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ചിലപ്പോഴൊക്കെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അങ്ങനെ സൂക്ഷിക്കാത്തതാണ് ഉള്ളിൽ അകം നിറയ്ക്കാത്തത്. അകം നിറഞ്ഞു പോകാത്തത് കൊണ്ടാണ് പെറ്റ തള്ളയെ ഒറ്റ വെട്ടിന് കൊല്ലാൻ കൈകൾ ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കണം. എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് സ്വന്തം വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുന്ന എത്ര വീടുകളാണുള്ളത്. ഓരോരുത്തരും കുന്തിയിനം തരത്തിലുള്ള മൊബൈല് കളിച്ച് അതിൽ ആമഗ്നനായി 85 വയസ്സാകുന്ന മുത്തച്ഛനും പറയും, കണ്ണ് കാണാൻ വയ്യ മക്കളെ, ഇതിലെ വൈഫൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്ന ഒരു 3-4 കൂടെ അയച്ചിട്ട് കണ്ണ് മറയാമായിരുന്നു. ഇതായി ജീവിതം. രാമായണം വായിക്കുന്നതോ ഭാഗവതം വായിക്കുന്നതോ ഖുർആൻ വായിക്കുന്നതോ ബൈബിള് വായിക്കുന്നതോ ഒരു പഴങ്കഥയാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. മുത്തച്ഛൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ പത്രപ്രവർത്തകനായി. ആ പത്രപ്രവർത്തകനാകുമ്പോൾ എന്നെ പത്രപ്രവർത്തനത്തിന്റെ ഹരിശ്രീ പഠിപ്പിച്ച വർക്കലയിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ പത്രക്കാരൻ കേരള കൗമുദി ജയപ്രകാശൻ തന്റെ കാൽപാദത്തിൽ ഞാൻ തൊട്ടുവണങ്ങുന്നു. അദ്ദേഹത്തിനെ പോലൊരു പത്രക്കാരനെ വളരെ കുറച്ച് കാണും. ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടാണ് കിതയ്ക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി ഞാൻ കലാകൗമുദിയിൽ വരുമ്പോൾ എസ് ജയചന്ദ്രൻ നായർ സാർ, പിന്നെ സീനിയർ സബ് എഡിറ്ററായിരുന്ന എഴുത്തിന്റെ മർമ്മവും കഥയുടെ ഏറ്റവും വലിയ സൂക്ഷ്മതയും അറിഞ്ഞ എഴുത്തുകാരൻ EV ശ്രീധരൻ സാർ, NRS ബാബു സാർ, എന്റെ എഴുത്തിന് ഇഷ്ടംപോലെ സഹായിച്ച മാഗസീൻ എഡിറ്റർ S വാസുരേന്ദ്രൻ, സാഹിത്യകാരനും സിനിമാക്കാരനുമായ വാസുരേന്ദ്രൻ സാർ, എല്ലാറ്റിനും വെച്ച് കൊച്ചുകുട്ടിയുടെ വാത്സല്യത്തിൽ എന്നെ സ്നേഹിച്ച പത്രാധിപരെന്ന മഹാനുഭാവനായ പുത്രൻ MS മണി സാർ, അതുപോലെ കേരളത്തിന്റെ ഭാവിയും ഭാഗതയവും തീരുമാനിച്ച AM മാത്യു സാർ, ആലോചിച്ചു നോക്കണം. അതുപോലെ തന്നെ വീരേന്ദ്രകുമാർ സാർ, അതുപോലെ ഒരുപാട് പേര് എടുത്തു പറഞ്ഞാൽ തീരാത്ത അവരുടെയൊക്കെ ആനുകൂല്യം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് ഇവിടെ സത്യത്തിന്റെ റോസാ പുഷ്പങ്ങൾ എന്നും വിടർന്നു നിന്നിട്ടുള്ളത്, സുഗന്ധം എന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഹൃദയത്തിൽ നിന്ന് സുഗന്ധം എത്ര പേർക്കുണ്ട്? എങ്ങനെ കൊല്ലാം, എങ്ങനെ ചതിക്കാം, എങ്ങനെ പണം ഉണ്ടാക്കാം, ഇത് മാത്രമല്ലേ മഹാഭൂരിപക്ഷത്തിന്റെയും. പെറ്റ തള്ളയെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ തലയിട്ടിട്ട് ആറ്റുകാലമ്മച്ചിക്ക് പൊങ്കാല ഇടാൻ പോയോണ്ട് വല്ല കാര്യമുണ്ടോ? അതല്ലേ ഇന്ന് ഇവിടെ നടക്കുന്നത്? അല്ലേ? 49,000 വരുന്ന സാധുജന കേന്ദ്രം അക്ഷരം ഉള്ളിൽ ചെല്ലാത്തത് കൊണ്ടാണ്, പത്രവായന ഇല്ലാത്തത് കൊണ്ടാണ്, നല്ല സിനിമകളിലെ കഥാപാത്രങ്ങളെ ചേർത്ത് വയ്ക്കാത്തത് കൊണ്ടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എന്റെ അധ്യക്ഷ പ്രസംഗം ഒറ്റ വാക്കുകൊണ്ട്, ഒരു രംഗം കൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല, ഇഷ്ടം പോലെ EMSനെ കുറിച്ച് എഴുതാൻ പറ്റി. 2 ദിവസം അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ ഒരു ദിവസം എങ്ങനെയെന്ന് പഠിക്കാൻ പറ്റി. അദ്ദേഹം ജനിച്ചു വീണ ഏലംകുളം മനയിലെത്തി. ആ പറഞ്ഞാൽ തീരാത്ത സ്വത്തിന്റെ ഉടമസ്ഥൻ അവസാനം താമസിച്ചത് CITUവിന്റെ താഴത്തെ നിലയിലെ ഒരു കുടുംബ മൊഴിയിലായിരുന്നു. അതും ഒരത്ഭുതം. ശിവഗിരിയിലെത്തിയപ്പോൾ നയനാരും K കരുണാകരൻ എന്ന ലീഡർ എന്ന വാക്കിന്റെ സമുന്നതമായ അർത്ഥം, 2 പേരും 2 പാർട്ടിയിലായിരുന്നു, പക്ഷേ ഹൃദയം ഒന്നായിരുന്നു.
അതാണ് പ്രത്യേകത. അവിടെ ഒരിക്കൽ വന്നപ്പോൾ ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ആര്? നയനാർ. പ്രിയപ്പെട്ട സ്വാമിജി, മുഖ്യ പ്രഭാഷകൻ എന്റെ ചങ്ങായി കെ കരുണാകരൻ വന്നില്ലേ? ഓനാണല്ലോ ഇവിടെ 10 വോട്ട്. ചിരി നയനാർക്കും വോട്ട് കരുണാകരനും വർക്കലക്കാരെ എന്നൊക്കെ അറിയാം. AKGയുടെ ഭാര്യ നിങ്ങൾ ഓഫീസില്ലേടോ, അവിടെ കരുണാകരൻ വന്നു. അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സുഖമാണെന്നറിയോ? വന്നില്ലേ? ആ ചിരി കണ്ട? ഈ ചിരിയിൽ ആരും വീഴും കേട്ട. അങ്ങനെ വന്നു, രണ്ടുപേരും കൈകോർത്ത് കെട്ടിപ്പിടിച്ചു. പ്രസംഗം തുടർന്നു. ഗുരുദേവൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. നിങ്ങൾ കേട്ടാടോ? കേട്ടില്ല. അപ്പൊ ഗുരുദേവൻ അടുത്തു. അപ്പോഴെന്തു പറഞ്ഞു? നീയൊക്കെ എന്തോന്നാ ആയിക്കോ, നന്നായാ മതി. മനസ്സിലായി? ഇതുപോലുള്ള എത്ര രംഗങ്ങൾ. EMS ചൈനയിൽ പോയി വർഷങ്ങൾക്ക് ശേഷം. പത്രക്കാരൻ ചോദിച്ചു, ഇനി സോവിയറ്റ് യൂണിയനോടുള്ള നിലപാട് എന്തായിരിക്കും? അപ്പോൾ EMSന്റെ മറുപടി, ഇപ്പോൾ ഞാൻ പോയത് സോവിയറ്റ് യൂണിയനിലാണെന്നിരിക്കട്ടെ. അപ്പോൾ പത്രക്കാര് ചോദിക്കുന്നു, ഇനി ചൈനയോടുള്ള നിലപാട് എന്തായിരിക്കും? അപ്പോൾ ഞാൻ എന്തു പറയുമോ അത് തന്നെയാണ് ഇപ്പോൾ. അന്ന് ആഴ്ചക്കുറിപ്പുകളിൽ ശ്രീലൻ എന്ന് പറയുന്ന മനോരമയുടെ എല്ലാമായിരുന്ന KR ചുമ്മാർ എഴുതി, ഇതായിരിക്കണം നേതാവ്, ഇതായിരിക്കണം നേതാവ്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള ഒരുപാട് ഏടുകൾ ഒരുപാടുണ്ട്. ആ ഒരുപാട് ഏടുകൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്കൊക്കെ വല്ലപ്പോഴെങ്കിലും ചിരിക്കാനുള്ള വാർത്ത സത്യസന്ധമായി ഹൃദയത്തിൽ ഒട്ടിച്ചു വയ്ക്കാൻ, അതിലൂടെ ഭ്രാന്താവാതിരിക്കാൻ മിനിമം അതേ ഉള്ളൂ എന്ന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പത്രപ്രവർത്തകരായി ജീവിക്കുന്ന ഇന്ന് സ്വതന്ത്ര പത്രപ്രവർത്തകരുടെ കാര്യം വളരെ കഷ്ടമാണ്. നിത്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് പണം കിട്ടും, അവർക്ക് ശമ്പളമുണ്ട്. എഴുതിപ്പോയതിന്റെ പേരിൽ, പത്ര ഓഫീസുകളിൽ കയറിപ്പോയതിന്റെ പേരിൽ, മറ്റൊന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥ വന്നതിന്റെ പേരിൽ പട്ടിണി കിടക്കുന്ന പത്രപ്രവർത്തകരുണ്ട്. അവർ സ്വതന്ത്ര പത്രപ്രവർത്തകരായി പോയി. സഞ്ചിയും കൊണ്ട് നടക്കും, ഒരു ലേഖനം കൊടുക്കും, അച്ചടിച്ചാൽ നന്നായിരുന്നു, പൈസ കിട്ടിയാൽ നന്നായിരുന്നു. ആ പത്രപ്രവർത്തകർക്ക് അർഹിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ഉദ്ഘാടനം ചെയ്യാൻ സിനിമയിലെ ഏറ്റവും വലിയ എന്ന് ഞാൻ പറയുമ്പോൾ അഹങ്കാരമില്ലാത്ത നടനും ചലച്ചിത്ര അക്കാദമിയിൽ എത്തിയപ്പോൾ നല്ലൊരു സത്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. അത് വേറൊന്നുമല്ല, 90% ഇപ്പോഴും കണ്ടു കിടന്ന് ഉറങ്ങണ ഒരു സാധനം ഉണ്ടല്ലോ, നാമം ചെല്ലാതെ കണ്ടു കിടന്ന് ഉറങ്ങണ ആ സാധനങ്ങളൊക്കെ മനോരോഗികളാക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ GK പിള്ള സ്മാരക ഫൗണ്ടേഷന്റെ അവാർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാം. സ്വതന്ത്ര പത്രപ്രവർത്തക യൂണിയന്റെ 1ാം വാർഷിക ദിനം ഉദ്ഘാടനം ചെയ്യാം. സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. എവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. GK പിള്ള ഫൗണ്ടേഷന്റെ അവാർഡ് ദാന പരിപാടി ഇവിടെ 2 പരിപാടികൾ ഒന്നിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സ്വതന്ത്ര പത്ര പ്രവർത്തകരുടെ അവരുടെ വാർഷികാഘോഷം ഈ വിശിഷ്ടമായ വേദിയിൽ ഇവിടെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ ജയചന്ദ്രൻ വനകര, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇവിടെ നിന്ന് മുഖ്യ അതിഥിയായിട്ട് മാധ്യമരംഗത്തെ പ്രഗത്ഭനായ ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ ശ്രീ കമാൽ സാർ അദ്ദേഹത്തിന്റെ പുതിയ കൃതിയെ കുറിച്ചുകൂടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒപ്പം ശ്രീ നെടുമൂലം രഘു സാറ്, ഈ പരിപാടിയുടെ സംഘാടകരിൽ പ്രധാനമായിട്ടുള്ള ശ്രീ ഷിനു പുറകിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരെയും മറ്റു വാക്കിൽ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. GK പിള്ള സാറിന്റെ നാമധേയത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്വതന്ത്ര പത്ര പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ
രണ്ടും കൂടി ഏത് അർത്ഥത്തിലാണ് സമന്വയിപ്പിക്കുന്നതെന്ന് എനിക്ക് ഒരു കൺഫ്യൂഷനുമുണ്ട്. അതിലാദ്യം പത്രപ്രവർത്തകരെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഈ സ്വതന്ത്രമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പത്രപ്രവർത്തകരെ എനിക്കറിയാം. ഒരുപക്ഷെ ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ എന്നെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും തങ്ങളുടേതായ രചനകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ ലോകത്തെ അറിയിക്കുകയൊക്കെ ചെയ്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഫ്രീലാൻസായിട്ട് ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. എനിക്ക് അവരോടുള്ള വലിയ നന്ദിയും കടപ്പാടും ഒക്കെ ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത്തരം പത്രപ്രവർത്തനം നടത്തുന്നവരെ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ നമ്മുടെ ജയേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത ഒരു രീതിയിലാണ് അവരുടെ ഈ മേഖലയുടെ പ്രവർത്തനം. അവർ ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായി ശമ്പളവും മറ്റാനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. ഞാൻ ശ്രീ അനിൽ നമ്പ്യാസ് അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സംഘടിത ശക്തിയായിട്ടും അങ്ങനെ സംഘടനയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞങ്ങളുടെ അവകാശങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാൻ ആർജവമുള്ള രീതിയിൽ ഒരു സംഘടനാ സംവിധാനം ഒരു സംഘടിത ശക്തിയായിട്ട് ഇന്ന് കേരളത്തിൽ മാറിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പോഴും പലപ്പോഴും അവരുടെ ഇങ്ങനെയുള്ള ചില മേറ്ററുകളുമായിട്ട് ഓരോരോ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളിൽ കൊടുക്കുകയും അതിൽ നിന്നൊരു പേര് കിട്ടുമായിരിക്കാം, അതൊരു പ്രശസ്തി. അതിനപ്പുറം സാമ്പത്തികമായി യാതൊരു ഭദ്രതയും ഇല്ലാതെ വലിയ വെല്ലുവിളി നേരിടുന്ന, ശരിക്കും ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയായിരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. എങ്കിലും അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേക ഒരു സവിശേഷത. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ തങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ വിളിച്ച് അറിയിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പത്രസ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായ ഒരു അവരുടെ ഒരു നയം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പ്രവർത്തിക്കേണ്ടി വരിക. ഇവിടെ മലയാള മനോരമയുടെ അതിന്റെ വലിയ ഒരു സ്ഥാനത്ത് ഇരുന്നാണ് നമ്മുടെ പ്രകാശം സാർ. അതൊക്കെ ഏതാണ്ട് 35-ലധികം വർഷം ആ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ കൂടിയായിട്ടാണ് അദ്ദേഹം വേദിയിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹമായിട്ട് ഒരു 1-2 സംഗതികൾ മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചതിനെ കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്നെ ഇവിടെ വിളിച്ചതുകൊണ്ട് എനിക്ക് വേദിയിലോട്ട് വരേണ്ടിയും വന്നു. അപ്പൊ ഈ രംഗത്ത് വലിയ കുലപതികൾ, വലിയ മാധ്യമ പ്രവർത്തനത്തിന്റെ വലിയ സാരഥികൾ ഒരുപാട് പേർ പ്രവർത്തിക്കുന്ന ഒരു മേഖല. ശരിക്കും ഒരു പൊതു സമൂഹം ഏറ്റവും വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഒക്കെ കാണുന്നവരാണ് ഈ പത്രപ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. കാരണം അവർ കൃത്യമായി കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും, അത് നന്മയും തിന്മയും എല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും അത് അവരുടേതായ രീതിയിൽ അത് ഈ ലോകത്തോട് പറയുകയും സമൂഹത്തെ പല തിന്മകൾക്കുമെതിരെയൊക്കെ പ്രതികരിക്കാൻ, അവരെ ജാഗ്രതയോടുകൂടി പ്രതികരിക്കാനൊക്കെ ഉള്ള ഒരു കരുത്ത് പകർന്നു നൽകുന്ന ഒരു വലിയ ദൗത്യമാണ് ശരിക്കും പത്രപ്രവർത്തകർ, മാധ്യമരംഗത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സമൂഹത്തെ ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന, സമൂഹത്തെ നന്മയിലേക്കും ശരിയിലേക്കും ഒക്കെ വിരൽ ചൂണ്ടാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. അത് വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ മാധ്യമ സുഹൃത്തുക്കൾ. പലപ്പോഴും ഈ നിഷ്പക്ഷമായ ഒരു പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ അത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പറയും പത്രപ്രവർത്തകർക്ക് ഒരു പക്ഷം വേണം എന്ന അഭിപ്രായമാണ്. നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ ഈ ശരിയും തെറ്റും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ, ഈ നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, ധർമ്മവും അധർമ്മവും തമ്മിൽ ഒരു സംഘർഷത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റിനെയും തിന്മയെയും അനീതിയെയും ഒക്കെ ഒരു അർത്ഥത്തിൽ സഹായിക്കുന്നതായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു പക്ഷമുണ്ടാകണം. പക്ഷേ ആ പക്ഷം എന്ന് പറയുന്നത് ധർമ്മത്തിന്റെയും ശരിയുടെയും നീതിയുടെയും ഒക്കെ പക്ഷമായിരിക്കും. അങ്ങനെ ഒരു പക്ഷം പിടിച്ചു തന്നെ ആകണം പത്രപ്രവർത്തനം എന്നൊരു അഭിപ്രായമാണ് ഈ പത്ര സുഹൃത്തുക്കളുടെ നിഷ്പക്ഷമായ അല്ലെങ്കിൽ സ്വതന്ത്രമായ പത്രപ്രവർത്തനം നടത്തുന്നവരുടെ ആ ഒരു സംഗമത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷം നിങ്ങൾക്കുണ്ടാകണം. അത് ശരിയുടെ, നന്മയുടെ, സത്യത്തിന്റെ, നീതിയുടെ ഒരു പക്ഷം. ആ പക്ഷം പിടിച്ച് തന്നെയാകണം പ്രവർത്തനം. ഇല്ലെങ്കിൽ അത് മറുപക്ഷത്തെ കൂടി സഹായിക്കുന്നത് പരോക്ഷമായിട്ടെങ്കിലും സഹായിക്കുന്ന തരത്തിലായി പോകും. അങ്ങനെ ആയി പോകാതെ ഉള്ള ഒരു മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് സാധ്യമാകട്ടെ. നിങ്ങളുടെ ഒരു ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടി, നിങ്ങളുടെ ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഈ ഒരു സംഘടനയ്ക്ക് കഴിയട്ടെ. കൂടുതൽ ശക്തമായി ഈ സംഘടന നിങ്ങളുടെ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ആമുഖമായി എനിക്കത് പറയാനുള്ളത്. UK പിള്ള സാറിനെ കുറിച്ചും കൂടി ഈ വേദിയിൽ ഞാൻ പറയാതെ പോകുന്ന ശരിയില്ല. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നോക്കുന്ന ഒരു പുരസ്കാര വേദിയാണ്. ഇവിടെ പ്രശസ്തരായ നിരവധി വ്യക്തിത്വങ്ങൾ, ജസീന്ത മോറിസുന്ന പോലെയൊക്കെയുള്ള നമ്മുടെ പ്രശസ്ത എഴുത്തുകാരികൾ, മറ്റ് പല മുഖങ്ങളും എനിക്ക് പരിചിതമാണ്. പക്ഷെ പലരുടെ പേരുകൾ എനിക്കോട്ട് പറയാൻ പറ്റുന്നില്ല. അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. വിശിഷ്ട വ്യക്തിത്വങ്ങൾ ധാരാളമുണ്ട്. ഈ പുരസ്കാര ജേതാക്കൾ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. UK പിള്ള സാറിനെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും നിറ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 325-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അത് ഇന്നിപ്പോ എത്ര മലയാളികൾ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു നടന്റെ 325ഓളം സിനിമകൾ ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത സിനിമകളായിരിക്കും അധികവും. പക്ഷെ ഇതിലുമൊക്കെ എത്രയോ അപ്പുറം റിലീസ് ആകാത്ത സിനിമകളും ഉണ്ടാകാം. അപ്പൊ ഒരു നടൻ അഭിനയിച്ചത് അതിലുമൊക്കെ എത്രയോ ഇതാണ്. അപ്പൊ എന്റെ വിക്കിപീഡിയയിലൊക്കെ നോക്കുമ്പോൾ 100-150 സിനിമകളൊക്കെയാണ് എന്റെ ഒരു ഇതിലുണ്ടാകുന്നത്. പക്ഷെ അതിലൊക്കെ എത്രയോ അപ്പുറം നമ്മൾ അഭിനയിച്ച സിനിമകൾ റിലീസ് ആകാത്ത സിനിമകളൊക്കെ. എന്റെ ആദ്യ സിനിമ സഖാവ് എന്ന് പറയുന്ന സിനിമ റിലീസായി ചെയ്യപ്പെട്ടു. അപ്പൊ ഇതുപോലെ ഒരു നടന്റെ ഇത് ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നതാണ് നമ്മൾ ലോകം അംഗീകരിക്കുന്നത്. പക്ഷെ അതിലപ്പുറം ഒരുപാട് പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടത്തിയതിന്റെ ഒരു ഫലമായിട്ടാണ് അത്രയും ഒക്കെ ഇന്ന് നമ്മളിവിടെ ആ വലിയ ഒരു മനുഷ്യന്റെ ഒരു വലിയ ഒരു പ്രതിഭയുടെ പേരിൽ ഇങ്ങനെ ഒരു പുരസ്കാരമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹം നൽകിയ വലിയ സംഭാവന കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ഒരു ആകാര സൗഷ്ഠവം, അഭിനയത്തിന്റെ ഒരു മികവ്, ഇതെല്ലാം കൊണ്ട് ശരിക്കും മലയാള സിനിമയിൽ ഇനിയും വലിയ ഉന്നതങ്ങളിലേക്കൊക്കെ എത്തേണ്ട ഒരു നടനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതുപോലെ സിനിമയുടെ ഒരു രീതി എങ്ങനെയാണ്, അദ്ദേഹത്തെ വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അദ്ദേഹം വെറൊരു നടൻ മാത്രമായിരുന്നില്ല. അതിന് മുമ്പ് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം മിലിറ്ററിയിൽ എത്രയോ കാലം 15 വർഷത്തിലധികം മിലിറ്ററിയിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പട്ടാള സേവനം നടത്തിയ വ്യക്തിത്വമായിരുന്നു. ആ ഒരു മിലിറ്ററിയുടെ ഒരു ചിട്ട അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ അദ്ദേഹം വളരെ ആരോഗ്യവാനായി അത്തരം ഒരു ദിനചര്യയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഞാൻ അദ്ദേഹം ഒന്നിച്ച് അങ്ങനെ അധികം വർഗീയത്വമല്ല, 1-2 റേഡിയോ നാടകങ്ങളിൽ ഞങ്ങൾ മുമ്പ് അഭിനയിച്ച ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ സിനിമകളിൽ കാണുന്ന ഒരു പ്രകൃതനെയല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ഒരു നാട്ടുപുറത്തുകാരന്റെ എല്ലാ നന്മയും തനിമയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിത്വം. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ ചുരുങ്ങിയ ചില സൗഹൃദം കൊണ്ട് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയിൽ കാണുന്ന മുഖമേ അല്ല, അദ്ദേഹം ആ രീതിയിലുള്ളൊരു വ്യക്തിത്വമല്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള, മനുഷ്യരെ നന്നായി അറിയാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, ഏറ്റവും ലളിതമായ ഒരു ജീവിതം ജീവിക്കാൻ. അദ്ദേഹം താരപരിഭാഷത്തിൽ ഒക്കെ ആയിരുന്ന സമയത്ത് പോലും അദ്ദേഹം വളരെ ലളിതമായ ഒരു ജീവിതം ജീവിക്കുകയും അതൊരു വലിയ മാതൃകയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാവ്യക്തിത്വമാണ്. നസീർ സാറുമായിട്ടുള്ള ഒരു ദീർഘകാലത്തിൽ ഒരു വലിയ സൗഹൃദം, അവർ രണ്ടുപേരും ഒരേ നാട്ടുകാരും കൂടിയാണ്. ആ ഒരു വലിയ സൗഹൃദമൊക്കെ അദ്ദേഹം എപ്പോഴും വലിയ ഒരു അഭിമാനത്തോടെ പറയുന്നത് ഞാൻ ചുരുങ്ങിയ സമയങ്ങളുള്ള ചില സൗഹൃദ സംഭാഷണത്തിലൊക്കെ ഞാൻ അത് കേട്ട് ശ്രമിച്ചു. അദ്ദേഹവുമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാമെന്ന് എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വലിയ ആദരവോടുകൂടിയും വലിയ ഒരു ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ ആ വ്യക്തിത്വത്തെ കാണുന്നത്. ആ വലിയ കലാകാരന്റെ അദ്ദേഹം പിന്നീട് കുറച്ചു കാലം സിനിമയിൽ നിന്നത് വിട്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് ജനപ്രിയമായിട്ടുള്ള ചില ടെലിവിഷൻ പരിപാടികളിൽ കുങ്കുമപ്പൂ എന്നൊക്കെ പറയുന്ന സീരിയലിലൊക്കെ കൂടിയാണ് പിന്നീട് അദ്ദേഹം വരികയും മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ട് മാറുകയും ഒക്കെ ചെയ്തു.
അപ്പൊ ആ ഒരു അഭിനയ പ്രതിഭ, അദ്ദേഹം ജീവിതം കൊണ്ട് പുലർത്തിയ ഒരു ലാളിത്യവും അദ്ദേഹത്തിന്റെ ചില പോളിസികളൊക്കെ ഉണ്ട്. അദ്ദേഹം വലിയ ഒരു ജീവിതത്തിൽ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു നീതിബോധവും വലിയ മൂല്യബോധവും ഒക്കെ ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഒരു നടൻ എന്ന അതിന് പുറമെ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലും ഒരു മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒക്കെ വളരെ ദീർഘായുസോടുകൂടി 90-അധികം വരെ വളരെ ആരോഗ്യവാനായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ചിട്ടയായ ജീവിതത്തിന്റെ ഒരു രീതികൾ കൊണ്ടുകൂടിയാണ് ആ വലിയ മനുഷ്യന്റെ ആ മഹാപ്രതിഭയുടെ ഏറ്റവും ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഇതിപ്പോ ഈ ഒരു പുരസ്കാര വേദിയുടെ ഈ പത്രപ്രവർത്തകരുടെ സ്വതന്ത്ര പത്രപ്രവർത്തകരുടെ ഈ വാർഷികാഘോഷത്തിന്റെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് വളരെ വിനയപുരസ്സരം അറിയിക്കുകയാണ്. ഇനി ഈ പുരസ്കാരദാന ചടങ്ങ് നടക്കാൻ പോകുന്നു. വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ അനിൽ നമ്പ്യാരെ കുറിച്ചൊക്കെ വളരെ ദീർഘമായി സംസാരിക്കാറുണ്ട്. അദ്ദേഹം മാധ്യമരംഗത്ത് അദ്ദേഹത്തെ ഭാവനകൾ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ ജയചന്ദ്രൻ സാർ, ഇവരെല്ലാം കുറിച്ചൊക്കെ വളരെ ദീർഘമായി സംസാരിക്കാറുണ്ട്. ഈ നമ്മുടെ ഗംഭീരമായ വേദിയിൽ ഒരു സാന്നിധ്യമാകാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും കൂടി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക്, പുരസ്കാര ജേതാക്കൾക്ക് നിങ്ങളെ എല്ലാം ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായ ശ്രീ അനിൽ നമ്പ്യാർ സാറിനെ സെൻട്രൽ ഓഫ് പുരസ്കാരത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതം ആരംഭിച്ചത് ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയിട്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ സമകാലിക മലയാളം വാരികയുടെ ആദ്യ ലക്കത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് എഴുതിയത് രാജ്യസമാചാരത്തിന്റെ നാട്ടിൽ. ഒരുപക്ഷെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മലയാളത്തിലെ ആദ്യത്തെ വെണ്ണക്കുല പത്രം രാജ്യസമാചാരം. ആ രാജ്യസമാചാരത്തിന്റെ നാട്ടിൽ തിരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തലശ്ശേരി ഇല്ലിക്കുഴിലെ ഗുണ്ടത്തിന്റെ ഹർമൻ ഗുണ്ടത്തിന്റെ ബംഗാളിൽ ആ മുറ്റത്ത് കല്ലച്ചിലാണ് ആദ്യമായിട്ട് രാജ്യസമാചാരം അക്ഷരിച്ചത്. രാജ്യസമാചാരത്തിന്റെ നാട്ടിൽ നിന്ന് 2 പത്രപ്രവർത്തകരെ ഞാൻ പറയുന്നത് എക്സാക്ട്ലി ആ ഒരു പ്രദേശത്ത് ഇല്ലിക്കുന്ന്, ഒന്ന് ഞാനും ഒന്ന് നമ്മുടെ മാതൃഭൂമിയിലുണ്ടായിരുന്നു ശ്രീ NT രാജേന്ദ്രൻ. ഇവിടെ മാധ്യമ പ്രവർത്തനം വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഫ്രീലാൻസ് ജേർണലിസ്റ്റുകൾ അവരുടേതായിട്ടുള്ള സംഭാവനകൾ കൊണ്ട് ഈ മേഖല സജീവവും സമ്പന്നവും ആക്കുന്നതാണ്. നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു പത്രത്തിന് അല്ലെങ്കിൽ ഒരു മാസികയ്ക്ക് വാരികയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ റെമ്യൂണറേഷൻ കിട്ടണം എന്ന് പോലും, പ്രതിഫലം പോലും കിട്ടണം എന്നില്ല. പക്ഷെ നന്നായി എഴുതുകയാണെങ്കിൽ ആ ഒരു പബ്ലിസിറ്റി കിട്ടും. അതുകൊണ്ട് പ്രതിഫലേച്ഛ പ്രതീക്ഷിക്കാതെ ഈ മേഖലയിൽ സദാ വ്യാപൃതരായി പ്രവർത്തിക്കുന്ന നിരവധി ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളുടെ പലരെയും എനിക്ക് അറിയാം. സാമ്പത്തിക പ്രശ്നം ഫ്രീലാൻസ് ജേർണലിസ്റ്റുകൾക്ക് മാത്രമല്ല, ദൃശ്യമാധ്യമങ്ങളിലും ഉണ്ട്. വലിയ കഷ്ടത്തിൽ തന്നെയാണ്. പല ചാനലുകളിലും, സത്യം തുറന്നു പറയാമല്ലോ, പല ചാനലുകളിലും കൃത്യമായിട്ട് ശമ്പളമൊന്നും കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ലൈഫിൽ നമ്മളൊക്കെ ഇങ്ങനെ നിറഞ്ഞ നിൽക്കുകയാണ്. മാധ്യമപ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു താങ്ക്ലെസ് ജോബാണ്. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന് വേണ്ട അംഗീകാരം കിട്ടില്ല. അഥവാ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ കല്ലെറിയുന്നവരാണ് ചുറ്റിലും. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പം വാളെടുത്തവരെല്ലാം വിളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ളവരെല്ലാം ഇന്ന് മാധ്യമപ്രവർത്തകരാണ്. നമുക്കറിയാം, ഓൺലൈൻ മീഡിയകളുടെ അതിപ്രസരം
അതിനെ ലൈക്ക് കിട്ടാൻ, റീച്ച് കിട്ടാൻ എന്തും മാറ്റിയാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ 97 ജേർണലിസം ആരംഭിച്ചതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സമാലിക മലയാളം വാരികയിൽ സ്ഥിരമായി ഞാൻ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോളം ജീവിതരേഖയായിരുന്നു. ഞാൻ ഇപ്പോൾ കേന്ദ്ര സാർ എനിക്കൊരു പുസ്തകം തന്നു. പല പ്രതിഭകളുടെയും ജീവിതരേഖ അത് രചിക്കാനുള്ള ഭാഗ്യം കൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അന്തരിച്ച ജയന്ദ്രൻ നായർ സാർ, അദ്ദേഹം നൽകിയ പ്രോത്സാഹനം ഞാൻ ഈ വേദിയിൽ ഓർക്കുകയാണ്. കൃത്യമായ റെമ്യൂണറേഷൻ തന്നിരുന്നു. അന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് നമ്മളാണ്. ഈ വ്യക്തിയുടെ ഫോട്ടോ അതൊരു പേജാണ്, ഒരു പേജ് ഫോട്ടോ. അതുൾപ്പെടെ ഓരോ പേജിനും 500 രൂപ വെച്ച് കൃത്യമായിട്ട് തരികയും മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ആർട്ടിക്കിളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, വസ്തുനിഷ്ഠമായിട്ടുള്ള അഭിപ്രായം അത് ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ചെക്കും ഈ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരുമിച്ചാണ് കൈകളിൽ എത്തുന്നത്. ആ ഒരു സന്തോഷം വേറെയാണ്. ഞാൻ അതിനു മുമ്പ് ബാലപംക്തിയിലെ കഥകളും കവിതകളും, മാതൃഭൂമിയുടെ ബാലപംക്തിയിലെ കഥകളും കവിതകളും ഒരുപാട് രചിച്ചിട്ടുണ്ട്. അന്ന് കുഞ്ഞുണ്ണി മാഷായിരുന്നു ആ ബാലപംക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഇതുപോലെയായിരുന്നു. 25 രൂപ മണി ഓർഡർ കിട്ടിയ ആദ്യ ആർട്ടിക്കിളിന് 25 രൂപ മണി ഓർഡറായിട്ട് കിട്ടിയ അവിടെ പോസ്റ്റ് കാട്ടി കുഞ്ഞുണ്ണി മാഷ് അറിയാലോ, അദ്ദേഹത്തിന്റെ വളരെ ചുരുക്കിയുള്ള ആ ഒരു എഴുത്തിൽ അദ്ദേഹം പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്യും. അത് വലിയ അംഗീകാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധമായ ജേർണലിസം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഓൺലൈൻ മീഡിയകളുടെ അതിപ്രസരം, വാർത്താ ചാനലുകൾ, ഈ ചെറിയ ഇക്കാവട്ടത്തിൽ എത്ര വാർത്താ ചാനലുകൾ ഇനിയും വരാനിരിക്കുന്നു. പൈപ്പ് ലൈനിൽ ഒരുപാട് വാർത്താ ചാനലുകൾ ഉണ്ട്. ഇതിൽ പരസ്യം ആശ്രയിച്ചാണല്ലോ ചാനൽ മുന്നോട്ട് പോകുന്നത്. ചാനലുകളുടെ ഈ ഓൺലൈൻ മീഡിയയിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ കണ്ടന്റ് റിച്ചാക്കാൻ വേണ്ടി മാത്രമല്ല, ആസ്വാദകരെ കയ്യിലെടുക്കാൻ വേണ്ടി, പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും ദൃശ്യമാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്താൻ നിർബന്ധിതർ ആകുന്നു എന്നുള്ളതാണ്. ഞാൻ കേരള സർവകലാശാലയിൽ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ജേർണലിസം പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. റാങ്കോടുകൂടി പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. അന്ന് എൻ്റെ സ്പെഷ്യലൈസേഷൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഞാൻ മാധ്യമ രംഗത്ത് വന്നതിന് ശേഷം ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, ആസ്പദമാക്കിയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെയും പൊളിറ്റിക്കൽ ന്യൂസാണ് എല്ലാ സ്ഥലത്തും. മാത്രമല്ല, ഈ എരിവും പൊളിയും എല്ലാം കൂട്ടിയുള്ള അതിഭാവോത്വം കലർത്തിയുള്ള വാർത്തകൾ അതറിയാനാണ് പ്രേക്ഷകർക്ക് താല്പര്യം. നമ്മളെല്ലാവരും പറയാറുണ്ട് പ്രബുദ്ധമായ കേരളം, സാക്ഷര കേരളം എന്നൊക്കെ. എന്താണെങ്കിലും മലയാളി ചില കണ്ടന്റുകളെ അല്ലെങ്കിൽ ചില വാർത്തകളെയൊക്കെ പരസ്യമായി വിമർശിക്കാറുണ്ട്. പക്ഷേ രഹസ്യമായി ഇതെല്ലാം ആസ്വദിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. ഞാൻ ഒരു ഉദാഹരണം പറയാം. APJ അബ്ദുൽ കലാമിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്നും അത് യൂട്യൂബിലുണ്ട്. അത് എത്ര പേര് കണ്ടു. അതേസമയം സരിത നായരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇന്നും മില്യൻസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രേക്ഷകർ ഇതിലേക്ക് സ്വീകരിക്കുന്നത് ഇതൊക്കെയാണ്. അവർക്ക് വേണ്ട കണ്ടന്റ് ഇതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാലത്ത് മാധ്യമപ്രവർത്തനമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു കച്ചവടമാണ്. അത് അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട്, വ്യവസായമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കച്ചവട തൽപരതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കരുക്കൾ നീക്കാൻ സാധിക്കൂ. അവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ജേർണലിസത്തിൽ പല പിഴവുകളും സംഭവിക്കുന്നു. ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലൈസ് ചെയ്ത് മാധ്യമ രംഗത്ത് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരു വ്യക്തി ഈ പൊളിറ്റിക്കൽ ന്യൂസ് കൊടുക്കണം. അതുപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ ന്യൂസ് ആണ് വേണ്ടത്. ഒളി ക്യാമറകൾ വെച്ചുള്ള ജേർണലിസം, ഇതൊക്കെയാണ് മാധ്യമങ്ങൾ താല്പര്യപ്പെടുന്നത്. മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും മാർക്ക് റേറ്റിംഗ് വരും.
ദൃശ്യമാധ്യമങ്ങളിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ചീത്ത വിളിയുടെ ദിവസമാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ വാർത്ത റേറ്റിംഗ് വിശകലനം ചെയ്യും, താരതമ്യ പഠനം നടത്തും. എന്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇത്ര പോയിന്റ് കിട്ടുള്ളൂ, എന്തുകൊണ്ട് ഇവിടെ കുറഞ്ഞു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്നു. അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടി വരുന്നത്. അവിടെയാണ് ഈ സ്വതന്ത്ര പത്രപ്രവർത്തനം വേറിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ്. നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്താഗതികൾ നിങ്ങൾക്ക് വായനക്കാരുമായിട്ട് പങ്കുവെക്കാം. ഇപ്പൊ തന്നെ ഓൺലൈൻ മീഡിയകളിലും അതുപോലെ വിഷ്വൽ മീഡിയയിലും ഈ സ്വതന്ത്ര ചിന്താഗതിക്കാരുണ്ട്. അവരുമായിട്ടുള്ള ആശയവിനിമയം, ഒരു ജേർണലിസ്റ്റ് ഇരിക്കുന്നു, അവരുമായിട്ട് എല്ലാ വിഷയത്തിലും, അത് പൊളിറ്റിക്കൽ ആവട്ടെ സോഷ്യൽ ആവട്ടെ എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് സംവദിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഈ ഓൺലൈൻ മീഡിയകൾ ഒരുക്കുന്നുണ്ട്, വിഷ്വൽ മീഡിയ ഒരുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പല ചതിക്കുഴികളും നമ്മുടെ മുന്നിലുണ്ട്. അകപ്പെട്ടു പോവാം. ഈ മത്സരത്തിനനുസരിച്ച് മറ്റുള്ളവർ ഓടുന്നതിന് അനുസരിച്ച് അവരോടൊപ്പമെങ്കിലും ഓടിയെത്താനുള്ള ആ ത്വരയിൽ, ആ വേഗതയിൽ പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്, ചതിക്കുഴികളിൽ വീഴാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ പക്ഷേ ഒരു നിയന്ത്രണം വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇതിനൊരു സെൻസറിങ് വേണം. അപ്പൊ ഞാൻ ശ്രീ പ്രേംകുമാറിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് അത് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, സീരിയലുകളും അതുപോലെ ഇപ്പോഴുള്ള സിനിമകളൊക്കെ നമുക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ വർത്തമാന കാലത്ത് ഇവിടെ വേണമെങ്കിലും എന്തും സംഭവിക്കാം അല്ലെ? എത്രയെത്ര കൊലപാതകങ്ങളാണ് നമുക്ക് ചുറ്റും അരങ്ങേറുന്നത്. വിദ്യാർത്ഥികൾ പണ്ട് നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത്, വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് അധ്യാപകരുമായിട്ട് ഊഷ്മളമായ ബന്ധം ഉണ്ടായിരുന്നു അല്ലെ? സഹപാഠികളെ പിച്ചിയും മൊള്ളിയും ഒക്കെ ചില ചെറിയ അടിപിടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ ഗൗരവത്തോടെ എടുത്ത്, സീരിയസ് ആയി എടുത്ത് ഒരുത്തന്റെ തലയോട്ടി തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നു. അതിനൊക്കെ വലിയൊരു കാരണം ഇത് സിനിമകളും സീരിയലുകളും തന്നെയാണ് എന്ന കാര്യത്തിൽ അത് ആരെടുത്തു കഴിഞ്ഞാലും ആ സത്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. സമീപകാലത്ത് ഇറങ്ങിയ സിനിമ മാർക്കോ, ആവാം, നമുക്കൊരു കൊലപാതകമൊക്കെ ആവാം അല്ലെ? സിനിമയുടെ ഭാഗമായിട്ട് ആ കഥയുടെ വികാസത്തിന് അനുസരിച്ച് ഒക്കെ നമുക്ക് ഒരു കൊലപാതകമൊക്കെ ആവാം. പക്ഷെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ വെട്ടി കൊല്ലുന്നത്, അത് ആ നായകൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം അദ്ദേഹം പോയി കുളിച്ച് ഫ്രഷായി സുഖം ഇട്ടു വന്ന് ഇവരെ എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, അതൊക്കെ ഈ കുട്ടികൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സെൻസറിങ് വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ സിനിമയ്ക്ക് എങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നറിയില്ല, ആര് കൊടുത്തു എന്നുള്ളതറിയില്ല. ആദ്യം അവർക്ക് തല കൊടുക്കണം. വഴിപിഴക്കാരുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ഇന്നും നടന്നു. ലഹരി ഒരു ഭാഗത്തുണ്ട്. 2 വർഷം മുമ്പ് നമ്മൾ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയാണ്. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30 വിദ്യാലയങ്ങളിൽ സേ നോ ടു ഡ്രഗ്സ്, ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്ക് ഒരു ക്യാമ്പയിൻ നടത്തി. അതിൽ വിജയം കണ്ടവരാണ് ഞങ്ങൾ. അന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ഹൈക്കോടതിയിലെ പ്രഗത്ഭനായിട്ടുള്ള നിയമിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറായിരുന്നു. ദേവൻ രാമചന്ദ്രൻ സാറിന്റെ ആ ഉദ്ഘാടന പ്രസംഗം 17 മിനിറ്റേ ഉള്ളൂ. ആ വീഡിയോ ഒരു പക്ഷെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്ര ചിന്തോദ്ദീപകമായിട്ടുള്ള പ്രസംഗം, എല്ലാവരുടെയും മനസ്സിൽ വെളിച്ചം വീശുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസംഗം, അത് പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു സ്കൂളിൽ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഡ്രഗ് യൂസ് ചെയ്തിരുന്ന 2 കുട്ടികൾ ആ വേദിയിൽ വന്ന് അവർ പറഞ്ഞു, ഞങ്ങള് ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട്, എവിടെ വെച്ചാണ് യൂസ് ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അവർ ആ വേദിയിൽ വന്നിട്ട് കുറ്റസമ്മതത്തോടുകൂടി അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല. ഒരു ക്യാമ്പയിന്റെ വിജയം ആയിട്ട് തന്നെയാണ് ഞങ്ങൾ അത് കാണുന്നത്. അങ്ങനെ പലർക്കും മാറ്റം സംഭവിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതിനാവണം മാധ്യമങ്ങൾ. ഈ വിനാശകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കുന്നതിന് പകരം സമൂഹത്തെ എങ്ങനെ നേർ ദിശയിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ ഈ യുവതലമുറയെ എങ്ങനെ സമൂഹത്തിന്റെ ഭാവിക്കായിട്ട്, രാഷ്ട്ര ഭാവിക്കായിട്ട് അവരെ വരുത്തി കൊണ്ടുവരാം
എന്നുള്ളതിനെ കുറിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പഠിക്കേണ്ട, അതോടൊപ്പം പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ വഴിതെറ്റിപ്പോ. ഇവിടെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതുണ്ട്, മയക്കുമരുന്നുണ്ട്. ഇന്ന് എല്ലാ വിദ്യാലയങ്ങളിലും നിങ്ങളില്ല എന്ന് പറഞ്ഞാലും, എൻ്റെ മകൻ പഠിച്ചത് ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാലയമായ പട്ടം സെന്റ് മേരീസ് സ്കൂളാണ്. പട്ടം സെന്റ് മേരീസ് സ്കൂളാണ്. ഞാനന്ന് PTA മീറ്റിംഗിൽ കൃത്യമായിട്ട് ഞാനിത് പറഞ്ഞു. കാരണം പുറത്ത് ഞാൻ രാവിലെ മകനെ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു, വൈകുന്നേരം അവനെ വിളിച്ചോട്ട് പോകുന്നു. ഞാൻ കാണുന്ന കാഴ്ച ഈ കുട്ടികൾ ഇവിടെ ഇറങ്ങി കേശവദാസപുരം ജംഗ്ഷനിലും ഇപ്പുറത്തുള്ള ജംഗ്ഷനിലും സ്ഥിരമായിട്ട് വർക്ക് പോവുകയാണ്. പിന്നെ PTA മീറ്റിംഗിൽ ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് റേസ് ചെയ്ത സമയത്ത് അധ്യാപകരെ ചുവരിൽ കൊണ്ട് നിൽക്കാൻ തുടങ്ങി. പക്ഷെ എന്നിട്ട് മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ അധ്യാപകരുടെ പ്രസക്തി ഒന്നുമില്ലാതായിരിക്കില്ല അല്ലെ. വടിയെടുത്തു കഴിഞ്ഞാൽ അപ്പം ബാലാവകാശ കമ്മീഷൻ വരും, മനുഷ്യാവകാശ ലംഘനം, ബാലാവകാശ ലംഘനം, ഇതൊക്കെ കാണിച്ചാണല്ലോ വരട്ടുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ അടിച്ചു കൊന്ന 5 പ്രതികൾക്ക് അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തു. ഒരു കാരണവശാലും അനുമതി കൊടുക്കരുത്. ഈ കുട്ടിക്കുറ്റവാളികൾ, അവരെ കുട്ടിക്കുറ്റവാളികളായിട്ട് മാത്രം കണ്ടാൽ പോരാ, അവരെ യഥാർത്ഥ കൊലപാതകളിലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു സമീപനം എടുക്കണം ഭരണകൂടം. ഇന്നലെ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു, ഈ വിഷയം ചർച്ച ചെയ്തു, നല്ല കാര്യം. പക്ഷേ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ആവശ്യമം അത് ഭരണകൂടത്തിന് ഉണ്ടാവണം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. 2 വാക്കിപ്പോ 20-ലധികം വാക്കുകളായി, ക്ഷമിക്കണം. എന്തായാലും മാധ്യമ പ്രവർത്തനമാവട്ടെ, പത്രപ്രവർത്തനം ആവട്ടെ, അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ ആയിരിക്കണം. പലപ്പോഴും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഡിബേറ്റ് നടക്കുമ്പോൾ പലപ്പോഴും പല നിർദ്ദേശങ്ങളും വരാറുണ്ട്. ഞാൻ പറഞ്ഞത് ആരും പെർഫെക്റ്റ് അല്ല. ചില തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. നല്ല രീതിയിൽ ജനോപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അതെങ്ങനെ ചർച്ച ചെയ്യണം എന്ന് ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. പ്രേക്ഷകർ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം. അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളെ ഒക്കെ സഹിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ റേസ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് ക്രിയാത്മക നിർദ്ദേശങ്ങളാണെങ്കിൽ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഈ സ്വതന്ത്ര പത്രപ്രവർത്തകർ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഒന്നിൻ്റെയും കെട്ടുപാടുകളില്ലല്ലോ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാം, സ്വതന്ത്രമായി ചിന്തിക്കാം. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്കത് പൊതുസമൂഹത്തെ അറിയിക്കാം, പ്രേക്ഷകരെ അറിയിക്കാം, വായനക്കാരെ അറിയിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഈ ഒരു സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 1 വയസ്സേ ആയിട്ടുള്ളൂ. കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകട്ടെ. GK പിള്ള സാർ മലയാളത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള നടൻ, അതികായനായിട്ടുള്ള നടൻ അല്ലെ. അദ്ദേഹത്തിന്റെ ആകാര ഇഷ്ടവും അതുപോലെ ഗണഗാംഭീര്യത്തിലുള്ള ആ ശബ്ദം, അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് ഡെലിവറി എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒന്നിലധികം തവണ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ അദ്ദേഹത്തെ കൂടി ഞാൻ അനുസ്മരിക്കുന്നു. ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന ഇതിന്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ശ്രീനാരായണ ക്ഷേത്രപഠിതരായ മലയാള പത്രപ്രവർത്തകരെ ഉദയവികാസം എന്ന പുസ്തകത്തിന് പുരസ്കാരം നേടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ സാർ പുരസ്കാരം നൽകുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പ്രേംകുമാർ സാറിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മനോഹരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഞാൻ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. പത്രപ്രവർത്തനം, ശരിയായ പത്രപ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനുള്ള ഉത്തമ ഉപാധിയാണ്. ആ പത്രപ്രവർത്തനം ഇന്ന് വഴിതെറ്റിയാണ് ചിന്തിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തനം
ഈ രാജ്യത്തെ അവശത അനുഭവിക്കുന്ന ആളുകളുടെ ദുഃഖങ്ങൾക്കോ അതിനൊന്നും പ്രവർത്തനം പറ്റില്ല, യാതൊന്നും ഇഷ്ടമില്ല. ഇന്ത്യയിലെ പത്രങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാരാണ്, പ്രധാനപ്പെട്ട പത്രങ്ങൾ അവരുടെ അടുത്തുകയാണ്. അവർ പോയപ്പോൾ നാട്ടിലെ മുതലാളിമാർ അവര് ഈ പാവങ്ങളുടെ കാര്യത്തിൽ നിലനിൽപ്പിന് വേണ്ടി വല്ലതും ചെയ്യുമെന്നുള്ളതല്ലാതെ പാവങ്ങളുടെ ദുഃഖങ്ങൾ അത് ശരിയായ ഇന്ത്യയിൽ മഹാന്മാരായ പത്രപ്രവർത്തകരെല്ലാം ഒരു സിമ്പോസിയത്തില് ഭംഗിയായിട്ട് പറഞ്ഞ അത് നമ്മുടെ പറഞ്ഞപ്പോ ഈ സമകാലിക സംഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അതല്ല പത്രപ്രവർത്തനം വഴിതെറ്റി പോകുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ഒരു ഉത്തമ ഉപാധിയാണ്. ഇത്രയും പ്രയോജനപ്രദമായ ഒരു ഉപാധി വേറെ ഇല്ല. പത്രപ്രവർത്തകർ അന്യമായിട്ട് ഒരു വിഷയവുമില്ല. സമസ്ത സർവ മേഖലകളെയും കഴുകുന്നതും താലോലിക്കുന്നതുമാണ് പത്രപ്രവർത്തനം. അത് തന്നെ നടക്കുന്നത്. ജന ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ അവശതകൾക്കും വിവശതകൾക്കും ആവശ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അതിനനുസരിച്ച് തന്നെ പത്രപ്രവർത്തനം നീങ്ങുന്നു. നിലനിൽപ്പിനുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലനിൽപ്പിന് പത്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉള്ളതാണ് പ്രദർശനം. ഒരു പത്രപ്രവർത്തനത്തില് 36 വർഷം പ്രവർത്തിച്ച ആളാണ് ഞാൻ. പിന്നെ അതുമല്ല, പത്രപ്രവർത്തനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ ആളുമാണ്. എന്റെ കാര്യം ഞാൻ പറയുന്നത് നിന്റെ മാഹാത്മ്യം നിന്റെ നാവിൽ നിന്ന് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി പറഞ്ഞിങ്ങനെ എനിക്ക് ഈ പുസ്തകത്തിനുള്ള ആണ് തന്നതെന്നാണ് പറയുന്നത്. ശരിയാണ്. എന്റെ ഞാൻ ജീവിതം പത്രാധിപന്മാർക്ക് ഈ പത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ക്ലേശമാണ്. അവർക്ക് സമയം, അതുകൊണ്ടാണ് അവർ പത്രപ്രവർത്തനം അവരുടെ അവസരങ്ങൾ എഴുതണം. അത് ഞാൻ കളക്ടോ ഇതുവരെ വന്നത് കളക്ട് രാമൻ തുടങ്ങി ആ പത്രപ്രവർത്തകര് അവരുടെ പത്രപ്രവർത്തനത്തിലുള്ള അനുഭവങ്ങൾ അത് ഇവിടെ ഈ അടുത്ത കാലത്ത് മീഡിയ അക്കാദമിയിൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയനായിരുന്ന ഒരു പത്രപ്രവർത്തകനെ കുറിച്ച് അറിയോ? കേൾക്കാത്ത എന്റെ നാട്ടുകാരനാണ്. എനിക്ക് അദ്ദേഹത്തെ അടുത്തറിയാം. ചില വൈകുന്നേരങ്ങളില് അച്ഛന്റെ പെട്ടിയിൽ നിന്ന് കാശം എടുത്ത് അദ്ദേഹത്തെ കാണിക്കാൻ ഭാസ്കരൻ നായരുടെ ഭാസ്കരൻ നായരുടെ അദ്ദേഹം മലയാളം MA ഫസ്റ്റ് ക്ലാസ് പാസ്സായാണ്. അദ്ദേഹം ആദ്യം ഇവിടെ ടീച്ചറാണ്. പിന്നീട് അദ്ദേഹം കേരള കൗമുദിയിൽ അത് കേരള കൗമുദി CP-യുടെ പക്ഷത്ത് നിൽക്കുന്ന ഭാഗത്താണ് ഇത് വരുന്നത്. മലയാളത്തിന് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചു ഒരു തേർഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെയാണ്. അത് ഇന്നുണ്ട്. അത് ആ സമ്പ്രദായമുള്ളതുകൊണ്ട് അദ്ദേഹം പത്രപ്രവർത്തകനായിട്ട് തന്നെ പിടിച്ചു നിന്നു. പൊതുജനം എന്ന് പറയുന്ന സായാഹ്ന പത്രം, മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രം അതാണ്. അടുത്ത കാലം ഞാൻ ഇത് പക്ഷേ അല്ല, എഴുപത്തിരാമൻ കവിയൊക്കെ ആയിട്ടാണ് രംഗത്ത് വരുന്നത്. ശരി, ഇങ്ങനെ പറഞ്ഞു. എന്റെ പത്രപ്രവർത്തനം 2 പുസ്തകം അക്കാദമി പുറപ്പെടുവിച്ചു. അതില് ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയത് കേരളത്തിലെ ഒരു വലിയ ഗമ്യാണ്. അതുപോലെ തന്നെ ദളിതരെ കുറിച്ച് ശക്തിയായിട്ട് പറഞ്ഞു. ഒരു ജന്മികളുടെ പ്രതിനിധിയായിട്ട് പഞ്ചാബ് നിയമസഭയിൽ പോയി. അതാണ് കൃഷിശാസ്ത്രം പഠിച്ചയാള്. അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ് മരിച്ചത്. നിയമസഭയിൽ മരിച്ച ആദ്യത്തെ ആളത്തെ. അങ്ങനെ അവരുടെ ആരെ എങ്ങനെയെന്നുള്ളതെന്നല്ല, യഥാർത്ഥ പത്രപ്രവർത്തകനായിരുന്ന ജന്മി മുടിയാൻ നിയമം പാസാക്കണമെന്ന് ജന്മിയുടെ പ്രതിനിധിയായിരുന്ന അദ്ദേഹം ശക്തിയായിരുന്നു. മനുഷ്യസ്നേഹിയായ മനുഷ്യരായിരുന്നു. അദ്ദേഹത്തെ മാനിക്കുന്നു. അപ്പുറത്തെ ശ്രമത്തിലുമായിട്ട് എത്ര കാലമായി
പ്രസ് അക്കാഡമി ഇപ്പോ പ്രസ് അക്കാഡമി ഇത്രയും കാലത്തിനായിട്ട് ഈ അവന് ചരിത്രം എഴുതിയില്ല, അത് പ്രശ്നപ്പെടുത്തിയില്ല. അതെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രശ്നത്തിലെത്തിയാണ് പോകുന്നത്. പ്രസ് അക്കാഡമി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയല്ല പോകുന്നത്. നിഷ്പക്ഷമതികളുടെ നയിക്കുന്ന സ്ഥാപനങ്ങളായി മാറാം. രാഷ്ട്രീയം വേണ്ടാത്തതെന്ന് ഞാൻ പറയുന്നു, വേണം, അത് അവർക്ക് കാണുമല്ലോ. അങ്ങനെ വരുന്ന നിഷ്പക്ഷമതികൾക്ക് രാഷ്ട്രീയം കാണുമല്ലോ, അത് ഉണ്ടാവും. അതല്ല നമ്മുടെ സാംസ്കാരിക സ്ഥാപനത്തിലൊന്നും സർവപ്രകാരമല്ല ഇന്ന് നടക്കും. നിങ്ങളിലേക്ക് ഒന്ന് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാം. ഞാൻ അതിന്റെ എന്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞ് വികൃതമാകുന്നില്ല. എനിക്ക് അവരുടെ വിരോധമൊന്നും കഴിക്കാൻ പറ്റില്ല. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ സ്ഥാപനം ഈ അവാർഡ് തന്നതിന് ഞാൻ നന്ദി പറയും. അടുത്ത ഫ്രീലാൻസ് പത്രപ്രവർത്തക അസോസിയേഷൻ പുരസ്കാരം ശ്രീ അനിൽ നമ്പ്യാർ, പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ, ജനം TV. എന്തായാലും സാറിന്റെ സംസാരം കുറച്ച് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും സാറിനെ വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ശ്രീ അനിൽ നമ്പ്യാർ പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പ്രേംകുമാർ സാറിനെ വേദിയിൽ ക്ഷണിക്കുകയാണ്. സർ, ശ്രീ അനിൽ നമ്പ്യാർ, പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ, ജനം TV. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ റഹീം കനൂർ സാർ, മാധ്യമ പ്രവർത്തകൻ, PRO എന്നീ രംഗങ്ങളിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ഏത് വേദിയിൽ നോക്കിയാലും സാറിന്റെ ഒരു സാന്നിധ്യം ആ വേദിയിൽ ഉണ്ടായിരിക്കും. കുഞ്ഞു പെങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അത് നമുക്ക് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം തന്നെയാണ്. സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ റഹീം കനൂർ സാർ. പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. സാർ, ശ്രീ റഹീം കനൂർ സാർ പുരസ്കാരം നമ്മുടെ പ്രേംകുമാർ സാറിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ്. ശരിക്കും നല്ലൊരു കൈ കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് റഹീം സാർ. അടുത്ത പുരസ്കാരം നേടുന്നത് നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ശ്രീമതി മഞ്ജുള ദേവി, കൾച്ചറൽ റിപ്പോർട്ടർ, ദീപിക, രാഷ്ട്രദീപിക. അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ മഞ്ജുള ദേവി, ദീപിക, രാഷ്ട്രദീപിക. പുരസ്കാരം നൽകുന്നതിനായി ശ്രീ പ്രേംകുമാർ സാർ ഒരു കൈയിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അടുത്ത പുരസ്കാരം നേടുന്നത് നമ്മുടെ സ്ത്രീകളുടെ എണ്ണം കുറവാണല്ലോ എന്തായാലും ശ്രീ അശോക് കരകുളം, പത്രപ്രവർത്തന രംഗത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച അശോക് കരകുളം. ഏത് വേദിയിലും നമ്മുടെ എല്ലാം ഫോട്ടോസ് വളരെ മനോഹരമായി പകർത്തിത്തരുന്ന ഒരുപാട് സ്നേഹമുള്ള സാറാണ് അശോക് സാർ. എന്തായാലും പുരസ്കാരം നൽകുകയാണ് ശ്രീ നല്ലൊരു പേര് വിളിക്കുന്നത്. ഏത് വേദി നോക്കിയൊരു സാറിനെ കാണാം. ശ്രീ അശോക് കരകുളം മനുഷ്യാവകാശ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ കമൽഹാസൻ. ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളുടെ എല്ലാം സൗണ്ട് തരാൻ പറ്റുമോ? ഓക്കെ. ഇപ്പോൾ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ധീരനായ രാജകുമാരൻ എന്ന ഒരു എഴുത്തിന്റെ മനോഹാരിത. ശരിക്കും MLA യുദ്ധമുഖത്ത് നിന്ന് സ്വന്തം ഭാര്യയും മക്കളെയും കൊണ്ട് ആ ഒരു മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാടും അതിലേറെ അതിലുണ്ടായ യാതനകളും ഒക്കെയാണ് ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഒരു കിട്ടും വേണമെങ്കിൽ നമുക്കൊരു പത്മശ്രീയിലെ കുറെ കാലം കഴിയുമ്പോൾ പ്രതീക്ഷിക്കാം. അത്രയേറെ നല്ലൊരു മനുഷ്യസ്നേഹി, തികഞ്ഞ ഒരു മനുഷ്യസ്നേഹി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു വാക്ക്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. സാർ വേദിയിൽ തന്നെയുണ്ട്. ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു മുംബൈയിലെ കോകിലാബൻ ധീരുഭായ് അംബാനി ഹോസ്പിറ്റലിലെ ഇന്റർനാഷണൽ ബിസിനസ് അസോസിയേഷൻ മൗറീഷ്യസിലെ വെൽബർട്ടിന്റെ ഡയറക്ടറും കൂടിയായ ശ്രീ കമൽ എച്ച് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ധീരനായ രാജകുമാരൻ, ഡയറക്ട് പ്രിൻസ് സാറിനെ ക്ഷണിക്കുകയാണ്. പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ പ്രേംകുമാർ സാറിനെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി കമൽ സാറിനെയും ക്ഷണിക്കുകയാണ്.
Dear respected ladies and gentlemen, dignitaries in the dais, and all the people who are here come along with their children, sparing the most important time. എനിക്ക് മലയാളം പറയാനറിയില്ല, കണ്ണൂർക്കാരനാണ്, കൂട്ടുകാരനാണ് സ്വദേശം. മലയാളം പഠിച്ചില്ല, അത് പറഞ്ഞത് വിട്ടു. So it's very difficult for me to speak in മലയാളം. ഞാൻ യാദർശികമായിട്ടൊരു എഴുത്തുകാരനായി പോയതാ, വിഷമമുണ്ട്. അങ്ങനെ ഡെറിക് പ്രിൻസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ബുക്ക്, എൻ്റെ ബയോഗ്രാഫി ഞാൻ എഴുതി. അത് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല തെറ്റിദ്ധാരണകളും നമ്മളെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിജുഡൈസ്ഡ് മൈൻഡ്സ് ആണ് കൂടുതലും. അപ്പൊ അത് ഒരു സ്വയം സാറ്റിസ്ഫാക്ഷൻ, എന്താണ് നടന്നത്, എന്തായിരുന്നു എന്ന് എന്റെ കുടുംബം അറിയാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു പുസ്തകം. ഒരുപാട് കഷ്ടപ്പെട്ടു. ഡെറിക് പ്രിൻസ് ട്രൂത്ത് റിവീൽഡ്, അതാണ് പുസ്തകത്തിന്റെ പേര്. 2024 മാർച്ചിൽ എറ്റ്ലക്സിൽ വെച്ചിട്ട് എന്റെ സഹപാഠിയും സ്പിരിച്വൽ ഗുരുവുമായ ശ്രീ മോഹൻജി അവരുകളാണ് അത് പ്രകാശനം ചെയ്യുന്നത്. അപ്പോ അതെന്തോ ഭാഗ്യത്തിന് അത് ക്ലിക്കായി പോയി. അതിന് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, UN Book of World Records, സാഹിത്യ സ്പർശ് അവാർഡ്, 5000 നോമിനീസിന്റെ അകത്ത് 70 സെലക്ടഡ്. അതിനകത്ത് ഒരാളെ അതെന്തോ കിട്ടാൻ ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പോ അതിനുശേഷം കുറച്ച് കൂട്ടുകാർ പറഞ്ഞു, അയൽവക്കക്കാര് അവരൊക്കെ പറഞ്ഞു, ഇതൊന്ന് മലയാളത്തിൽ ചെയ്താൽ നല്ലതായി. അപ്പോ അതിനു വേണ്ടിയിട്ട് വേണ്ട, മലയാളം അറിയില്ലല്ലോ, കുറെ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പോ എന്തോ ഭാഗ്യത്തിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തായാലും ചെയ്ത നല്ല വർക്കിങ് എൻ്റെ ഒരു പാർട്ടും കൂടി അതിനകത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത്. ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പുസ്തകത്തിലും കുറച്ചായിട്ട്, അതായത് സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആ പുസ്തകത്തിൽ. ജീവിതത്തിൽ ആർക്കും ഇന്ന് വായിച്ച സമയത്ത് ജയാനന്ദൻ സാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അത്രയും വില പിടിച്ച വാക്കുകളാണ് ഒരു ട്രൂ ജേർണലിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അപ്പോ എല്ലാവരും അത് ഒന്ന് പറ്റുവാണെങ്കിൽ വായിക്കുക. മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്ന വരുമാനം മുഴുവനും സന്നദ്ധ സംഘടനകൾക്ക്, പിന്നെ ചാരിറ്റി പ്രവർത്തനം, അതുപോലത്തെ അത് ഞാൻ ചെയ്യുന്നുണ്ട്, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ വരുമാനം അതിലെല്ലാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത പുരസ്കാരം ശ്രീ രഘു നെടുങ്ങോലം സഹകരണ മേഖലയിൽ പുരസ്കാരം നൽകുന്നതിനായി ശ്രീ പ്രേംകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആ സാർ വേദിയിൽ തന്നെയുണ്ട്. ശ്രീ രഘു നെടുങ്ങോലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ മലയാള സാറിന് മാഞ്ഞു പോകാത്തവർ എന്ന പുസ്തകം നമ്മുടെ പ്രേംകുമാർ സാറിന്റെ സ്നേഹത്തോടെ നൽകുകയാണ്. ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് സാറിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ
വീണ്ടും ഏറ്റുവാങ്ങുകയാണ്. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. ചില സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ഒക്കെ ഇങ്ങനെ അപൂർവം നമുക്ക് കിട്ടുന്ന ചില ഭാഗ്യങ്ങളാണ്. അതെന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. GK പിള്ള ഫൗണ്ടേഷൻ ഗുരുപ്രിയ TV അവാർഡുകളാണ്. ശ്രീമതി ബിന്ദു രവി മികച്ച ഭക്തിഗാന ഗായിക. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മാമിനെ. പുരസ്കാരം നൽകാനായി സാറിനെ ക്ഷണിക്കുകയാണ്. ബിന്ദു രവി മാം. അടുത്തതായി മികച്ച ക്രിയേറ്റീവ് ആൽബം ഷീല വിശ്വനാഥ്. അവാർഡ് നൽകാനായി പ്രേംകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. കവർ സോങ് ഗായിക ഉഷ രവി മാം. മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉഷ രവികുമാർ മാം. ഉഷ രവികുമാർ മാം. മികച്ച കവർ സോങ് ഗായിക. അടുത്തതായി മികച്ച കുട്ടികളുടെ ആൽബം ലക്ഷ്മി KS മാം. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മാമിനെ. അടുത്തതായി മികച്ച മ്യൂസിക്കൽ ആൽബം അർച്ചന ഗോപിനാഥ് മാം. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി 20ഓളം പുസ്തക രചന, ഫാഷൻ ഷോ ഡയറക്ഷൻ ശ്രീമതി ജസീദ മോറിസ് മാം. മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജസീദ മോറിസ് മാം. അടുത്തതായി ഫാഷൻ ഷോ പെർഫോമർ സംഗീത SJ മാം. മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംഗീത JS. അടുത്തതായി പിന്നെയും ഫാഷൻ ഷോയും പെർഫോമറും ആയ ശ്രീ ഗോപി കൃഷ്ണൻ. അടുത്തത് മികച്ച കൊറിയോഗ്രാഫർ അജയൻ. ശ്രീ അജയൻ സാറിനെ ക്ഷണിക്കുകയാണ്. അജയൻ സാറിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഏഷ്യാനെറ്റിലെ ന്യൂസ് ലീഡർ പുരസ്കാരമാണ് സിന്ധു സൂര്യ. അതില്ല, ക്ഷമിക്കണം, അദ്ദേഹത്തിന് പുരസ്കാരമുണ്ട്. സിന്ധു സൂര്യകുമാറാണ്. ശ്രീ രാജ്മോഹൻ ഫ്രീലാൻസ് പത്രപ്രവർത്തക അസോസിയേഷൻ പുരസ്കാരമാണ്. ശ്രീ രാജ്മോഹൻ സർ. ശ്രീ രാജ്മോഹൻ ഏഴുകോൺ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്. ശ്രീ ചന്ദ്രബാബു ഗുരു ജീവകാരുണ്യ പ്രവർത്തനം. ശ്രീ ചന്ദ്രബാബു ഗുരു ജീവകാരുണ്യ പ്രവർത്തനം. ശ്രീ റൂബി കലറ സാഹിത്യകാരി. അടുത്ത പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഇപ്പോൾ ശ്രീ ചന്ദ്രബാബു ഗുരു ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്കുള്ള പുരസ്കാരമാണ് ഏറ്റുവാങ്ങിയത്. അടുത്ത റൂബി കലറ സാഹിത്യകാരി. അടുത്ത പുരസ്കാരം മനോജ് ആചാര്യ. ശ്രീ റൂബി കലറ എഴുത്തുകാരി ചേച്ചിയുടെ ഒരു പുസ്തകം നമ്മുടെ പ്രേംകുമാർ സാറിന് നൽകുകയാണ്. വർണ്ണച്ചെറുകുകൾ എന്ന പുസ്തകം. കുറേയധികം സാഹിത്യകാരന്മാരുടെ ആഗ്രഹങ്ങൾ നടക്കുകയാണ്. സന്തോഷം. മനോജ് ആചാര്യ. Thank you so much, sir. Thank you, Rubina. Thank you. Manoj Acharya. അടുത്ത സ്വർണ്ണലത. അടുത്ത സ്വർണ്ണലത ചേച്ചിയാണ്. ദർശൻ ആലങ്കോട്. ദർശൻ ആലങ്കോട്. സാബ് മുകുന്ദപുരം. പുരസ്കാരം ഏറ്റുവാങ്ങുന്നു സ്വർണ്ണലത. സാബ് മുകുന്ദപുരം. ആസാദ് ആശീർവാദ്.
വിദുത് വി റാം, ഗണിതശാസ്ത്രം. ആസാദ് ആശീർവാദ്, വിദുത് വി റാം, ഗണിത ശാസ്ത്ര രംഗത്ത് മിടുക്കനായ ഒരു മോങ്കുട്ടനാണ്. കെ മുരളീധരൻ, നല്ലൊരു കൈയടി കൊടുക്കുമോ കൊച്ചുകുട്ടികളെങ്കിലും.